അരനൂറ്റാണ്ട് പിന്നിടുന്ന സർക്കസ് കലാകാരിക്ക് കൊല്ലം റൂറൽ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് നടത്തി. സ്വന്തം നാട്ടിൽ അവഗണന നേരിടുന്ന കലാകാരിക്ക് തൂക്കുപാലത്തിന്റെ നാട്ടിലാണ് സ്വീകരണം നൽകിയത്. ജംബോ സർക്കസ് കമ്പനിയിൽ ഇപ്പോൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്ര സംഗ്ലി സ്വദേശിനി സുമൻ നിക്കുംസിനെയാണ് അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ അനുമോദിച്ചത്. സർക്കസ് ലോകത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരി എന്ന ബഹുമതിക്ക് അർഹയായ സുമൻ നിക്കുംസിനെ ആദരിക്കുന്നതിന് വേദിയൊരുക്കിയത് സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സർക്കസ് എന്ന സംഘടനയാണ്. രാവിലെ 11 മണിക്ക് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ആയുഷ് ശിവദാസ് അധ്യക്ഷനായിരുന്നു. സർക്കസ് കോർഡിനേറ്റർ ശ്രീഹരി നായർ ആമുഖ പ്രസംഗം നടത്തി. ഒരു ചടങ്ങാക്കി മാറ്റി, ഒരു ആഘോഷം തന്നെ ആക്കി മാറ്റാൻ തീരുമാനിച്ചതിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. കാരണം ഇന്ന് സർക്കസ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ട് അതിനെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 1879 ഇന്ത്യയിൽ നമ്മൾ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഛത്രി എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരന്, നമ്മുടെ ഇന്ത്യയിലുള്ള സർക്കസിന്റെ പിതാവ് എന്ന് പറയുന്ന വിഷ്ണുപന്ത് ഛത്രി അന്ന് വില്യം ചിരിണിയുടെ ഒരു സർക്കസ് കാണാനുള്ള ഒരു അവസരമുണ്ടായി. ക്ലബ് സെക്രട്ടറി GV ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു സുമൻ നിക്കുംസിന് ഉപഹാരം നൽകി ആദരിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ്, വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് എബ്രഹാം ജോർജ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പത്ര, ദൃശ്യ, മാധ്യമ പ്രവർത്തകരും സർക്കസ് കലാകാരന്മാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.